ഈ സീസണിലാണെങ്കിലും നോറ 2 എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ പറയുന്നുണ്ട്. നോറ കണ്ടായിരുന്നു അത്? കാരണം ഒരുപാട് വീഡിയോസിന്റെ കോമെന്റ്സിലൊക്കെ ആണെങ്കിലും ഇത് നോറ തന്നെ, ഇത് നോറ 2.0 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോമെന്റ്സ് കണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് ഞാൻ പറയണേ. എപ്പോഴും നോറയെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ബട്ട് ആ കണ്ടസ്റ്റന്റ് കോഴിക്കോട് നിന്നാണ്. അപ്പം മേ ബി ഞങ്ങളുടെ വേ ഓഫ് ടോക്ക് സ്ലാങ് സിമിലർ ആയിരിക്കും, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ അനീഷാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്റർടൈനിങ് ആയി തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടതെന്നല്ല, എന്റർടൈനിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വന്നപ്പോ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എഴുത്തുകാരനാണ്, സ്ത്രീ വിരുദ്ധനാണ്, അതുകൊണ്ട് അയാളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട് നമ്മള്. പക്ഷെ അതിൽ നിന്നൊക്കെ വിരുദ്ധമായിട്ട് പുള്ളി ഈ ഹൗസ് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെക്കുന്ന പോലെ നടക്കുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അവിടെ ബാക്കിയുള്ള അത്രയും കണ്ടസ്റ്റൻസിനെ അയാൾക്ക് പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതായത് അയാൾ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്നുണ്ടെങ്കിലും അയാൾ കളിക്കുന്ന ഇൻഡിവിജ്വൽ ഗെയിമിനെ ഞാൻ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് ഈവൻ ഇഫ് ഒരാൾ വന്ന് ഗ്രീറ്റ് ചെയ്യുമ്പോൾ അയാൾ തിരിച്ച് മറുപടി പറയുന്നില്ല, അതിനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അയാൾ ചെയ്യുന്നത് ശരിയാണ്. ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്ന വേറെ, അവള് അത് ദാറ്റ് ഡസന്റ് മീൻസ് നമ്മൾ ബാക്കി ആരോടും സംസാരിക്കരുതെന്ന്. അയാള് എല്ലാം സംസാരിക്കുന്നില്ല, ഒരാളോട് ഇപ്പൊ ഒരു മറുപടി പറയുന്നില്ല, ഇതെല്ലാം ശരിയാന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സോഫാർ ബാക്കിയുള്ളവരെ പ്രൊവോക്ക് ചെയ്തിട്ട് ഇപ്പം എന്താ പറയാ, ഒന്നല്ലെങ്കിൽ ഒന്ന് ആലോചിക്കും, ഫസ്റ്റ് ക്യാപ്റ്റൻ അയാൾ ആയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ സ്മാർട്ട് വർക്ക് ആണ് അവിടെ. അത് സ്മാർട്ട് വർക്ക് എന്ന് പറയാൻ പറ്റില്ല, അതൊരു ലക്ക് ഫാക്ടർ ആയിരുന്നല്ലേ. അല്ലല്ല, ലക്കല്ല. കാരണം എന്താ വെച്ചാല് ഏഴിന്റെ പണിയാണ്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല എന്നുള്ള എല്ലാ ഹിന്റുകളും ബിഗ് ബോസ് കൊടുത്തിട്ടില്ല. അപ്പൊ പിന്നെ അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റന്റും ആലോചിക്കണ്ടേ ഇതിലെന്തോ ഏഴിന്റെ പണി ഉണ്ട്, അത് ആലോചിക്കാതെ ആരെ മിസ്റ്റേക്ക് ആണ്? ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ അല്ലേ. അതും ഒരു പരിധിവരെ ശരിയായിരിക്കാം. പക്ഷെ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള ആളുകളെ ലീഡ് ചെയ്യേണ്ട ഒരു വിധം ഉണ്ടല്ലോ. ഒരു അൾട്ടിമേറ്റ്ലി ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഒരു മെന്റർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഡോമിനേറ്റിംഗ് കപ്പാസിറ്റി അയാൾക്ക് ഉണ്ടാവണമല്ലോ നാച്ചുറലി. അതെനിക്കുള്ളതുപോലെ തോന്നിയില്ല. അതാണ് എനിക്ക് തോന്നുന്നു അപ്പാനി സ്ഥലത്ത് ഏറ്റവും അധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഒരു ബൈ ഡിഫോൾട്ട് ഇപ്പൊ ക്യാപ്റ്റൻ എന്ന് വിചാരിച്ചിട്ടാ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അനീഷിന് അങ്ങനെ ഒരു ക്യാപ്റ്റൻ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ ക്യാപ്റ്റൻ ക്വാളിറ്റി ഉണ്ടെന്ന് ഞാനും പറഞ്ഞിട്ടില്ല. കാരണം ബേബിയിൽ വന്നിട്ട് എല്ലാരും ഭരിക്കുക എന്നൊരു സംഭവം അല്ലല്ലോ ബേബി. എൻഡ് ഓഫ് ദി ഡേ അങ്ങനെ ഗെയിം കളിക്കുന്നു, ആളുകളെ പ്രൊവോക്ക് ചെയ്യുന്നു, ഓരോ ആളുകളുടെ സ്വഭാവം എന്താന്ന് പുറത്തേക്ക് കാണിക്കാൻ നോക്കുന്നു. അത് കാണിച്ചിട്ട് ജനങ്ങൾ തീരുമാനിക്കണം ആർക്ക് വോട്ട് ചെയ്യണമെന്നില്ല. അല്ലാതെ ഞാൻ ക്യാപ്റ്റൻസി ചെയ്ത് നിങ്ങൾ അത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടും ഒരു റോബോട്ടിക് പോലെ പോകുന്നതിൽ കാര്യമില്ല. അത് ബിഗ് ബോസ് ആണ്. അവിടെ ആര് സംസാരിക്കുന്നുണ്ടോ, ആര് നിലപാടുകൾ ശബ്ദം ഉയർത്തുന്നുണ്ടോ, ദാറ്റ് വർക്ക്സ്. ഇപ്പം ജിസൈൽ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ട്. ജിസൈൽ ആസ് എ ഗെയിമർ നല്ല ഗെയിം കളിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാല് അവർക്ക് ഗെയിം കളിക്കാൻ അവിടെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കൊരു എന്തെങ്കിലും പിക്ക് ചെയ്യാൻ, ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ജിസൈലിന്റെ കാര്യം ചോദിച്ചു, ബട്ട് സ്റ്റിൽ ഞാൻ വേറൊരു കണ്ടസ്റ്റന്റിന്റെ കാര്യം പറയാം. രേണു സുധി. ഓക്കെ, രേണു സുധിക്ക് അവിടെ ഗെയിം കളിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവരെ പറ്റിപ്പോ ഒരാള് ഒരു അലിഗേഷൻസ് ഇങ്ങനെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അത് അവർക്ക് ബാക്കി അങ്ങോട്ട് ഗെയിം കളിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക ചെയ്തത്. അതുപോലെ ഗിസേലിന് അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഷാനവാസ് ആണെങ്കിലും ഡ്രസ്സിങ്ങിനെ പറ്റി കമന്റ് ചെയ്തത് ഫേസ് ടു ഫേസ് അല്ല, എവിടെ പോയിട്ടാ കൺഫെഷൻ റൂം. ഈവൻ ഫേസ് ടു ഫേസ് പറയുന്ന കൺഫെഷൻ റൂമിലുള്ള പോലെ എന്താ പറയാ, ഒരു ഫൈറ്റിന് വേണ്ട രീതിയിലല്ല. ഇപ്പൊ കാഷ്വലി നിന്റെ ഡ്രസ്സിംഗ് കൺവിൻസിങ് പോലെ അല്ല, അതൊരു ഗെയിം കളിക്കണം എന്നുള്ള രീതിയിൽ ഷാനവാസ് കളിച്ച മാതിരി എനിക്ക് തോന്നിയിട്ടില്ല. ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ പ്രൊവോക്ക് ചെയ്യണം, പ്രൊവോക്ക് അല്ല ചെയ്ത നിന്റെ ഈ ഡ്രസ്സിങ് ഇത് പോരാ, ഇങ്ങനെ പോരാ, ഒരു ഇറ്റ്സ് ലൈക്ക് എ കാഷ്വൽ കോൺവെർസേഷൻ. അത് അവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ ഗിസേലിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊടുക്കുകയാണെങ്കിൽ ഗിസേൽ നന്നായി കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഒരു സിറ്റുവേഷൻ കിട്ടിയാൽ. ഈ രേണുസുതി അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ? നന്നായിട്ട് ഉപയോഗിക്കുന്നില്ലേ? എനിക്കത് ഒട്ടും ഉപയോഗിക്കുന്നത് പോലെ. കാരണം ഉദാഹരണത്തിന് അവരുടെ ആദ്യത്തെ നിക് നെയിം അവർക്ക് അങ്ങനെ സെപ്റ്റിക് ടാങ്ക് ഇടുന്ന സമയത്ത് അവർ അവിടെ വെച്ചിട്ടല്ലേ ഏറ്റവും അധികം പ്രതികരിക്കേണ്ടത്. ഇപ്പൊ പ്രതികരണം ഏത് വിധത്തിലാണെങ്കിൽ പോലും അവിടെ ഒന്നും പ്രതികരിക്കാതെ അവസാനം ബെഡ് സ്പേസിൽ പോയിട്ടിരുന്നിട്ടാണ് ഞാൻ ഒരുപാട് തകർന്നു പോയി, ഞാൻ ഇല്ലാതായി പോയി, ഞാൻ ഒരിക്കലും കരയില്ല എന്ന് വിചാരിച്ചിരുന്നു. ശരിക്കും അവര് കരയാതിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അവർക്ക് നേട്ടം ഉണ്ടാവുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവര് കരഞ്ഞോ ചിരിച്ചോ എന്നുള്ളതല്ലല്ലോ പ്രധാനം. അവര് അങ്ങനെ ഒരു പേരിന് അത്രയും നന്നായി റിയാക്ട് ചെയ്യേണ്ട, അത് അവര് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചോ? എനിക്ക് തോന്നുന്നത് അവര് വേണ്ട വിധത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. ബിക്കോസ് ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ ശേഷം ഓക്കെ അവര് അവിടെ
അവരേത് രീതിയിലാണ് ഇത് യൂസ് ചെയ്യുന്ന യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട്. ബെഡിന്റെ അവിടെ പോയിട്ട് അവർ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടെ അവരൊരു സ്ക്രീൻ സ്പേസ് ഇൻക്രീസ് ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അവർ തന്നെ പറയുന്ന കുറെ കാര്യങ്ങൾ, ഇന്ന വേസ്റ്റ് ബിന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ലേനും, ഇത് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ലേനും, പക്ഷെ ഇത് വിളിച്ചതാണ് എനിക്ക് പ്രശ്നം. ലൈക്ക് ഈ ടോപ്പിക് അവിടെ ലൈക്ക് വേറെ സ്പേസിലും റൊട്ടേറ്റ് ചെയ്തോണ്ടേ ഇരുന്നിട്ട് അത് സ്ക്രീൻ സ്പേസ് ഇൻക്രീസ് ചെയ്യാന്നുള്ള അതൊരു സ്മാർട്ട് മൂവ് അല്ലേ? പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ്ലി അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഡിസ്കഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അക്ബറിനോട് പറയുന്നുണ്ട് അങ്ങനെ വിളിച്ചത് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അക്ബർ പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ സോറി പറയാം, അത്രേ ഉള്ളൂ, അതിനപ്പുറത്തൊന്നുമില്ല. ഞാൻ പറയുന്നത് അതിനെ ഒരു ഇവനൊരു വിക്ടിം കാർഡ് ഇറക്കി ഉപയോഗിച്ചിട്ട് പോലും അതിൽ സ്റ്റിർ ഉണ്ടാക്കാൻ അതൊരു ഭയങ്കര മൂവ്മെന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? സി അവരെ സൈഡിൽ നിന്ന് അത് കുറെ ട്രൈ, ഞാനൊരു അമ്മയായിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഇന്ന ആളുകളെ റെപ്രസെന്റ് ചെയ്ത് ലൈക്ക് അവര് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ സൈഡിൽ നിന്ന് ചെയ്യുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും പറയാം. ഐ എം നോട്ട് എ ഫാൻ ഓഫ് രേണു സുധി. ഓക്കെ, ഞാൻ അവരുടെ ഫാൻ ഒന്നല്ല, ബട്ട് അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതിൽ ഐ ഫെൽ ബാഡ് ഫോർ ഹെർ. അതർ ദാൻ ദാറ്റ് അവളെ ഇങ്ങനെ പറഞ്ഞതിൽ അവൾ മിണ്ടാണ്ടിരുന്നിട്ടില്ല. അവള് അത് മൊത്തം ഓരോ സ്പോട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ട്. രേണു സുധി പറയുന്നുണ്ട്, അക്ബറാണ് പറയുന്നത്. കാരണം ഞാനാണെങ്കിൽ വിധവ അങ്ങനത്തെ സ്ത്രീകളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, രേണുസുധീനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് അക്ബറാണെങ്കിലും കുറച്ചും കൂടെ ഒരു ഉദ്ദേശിക്കുന്ന ഒരു അവര് അവിടുന്ന് അത്രയും പറയുമ്പോ ഒരു മനസ്സറിഞ്ഞ് സോറി പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് തീരെ തോന്നിയിട്ടില്ല. രേണുസുധിയിലേക്ക് വരുന്നതിനേക്കാളൊക്കെ മുമ്പേ ഈ ഇപ്പൊ അവിടെ ഏറ്റവും അധികം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും അധികം നന്നായിട്ടെന്ന് ഉദ്ദേശിച്ചത് നല്ല സെൻസിലല്ല, പലരും ചതിച്ചുകൊണ്ടൊക്കെ പരാതികളായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്ക് അക്ബറിനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അക്ബർ എന്നുള്ള ഗെയിമറിനെ പറ്റിയിട്ട് എന്താ തോന്നുന്നത്? സത്യം പറഞ്ഞാല് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഹി വാസ് എ വെരി ഗുഡ് സിംഗർ. ആ ഒരു ഇൻട്രൊഡക്ഷനിലാണെങ്കിലും ആള് പാടിയതും എല്ലാം വാവ് ആയി തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് അവിടെ ചെന്നിട്ട് ദ വേ ഹി ടോക്ക് ടു അതേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ടും ഡിസ്റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെ എവറി ടൈം, നോട്ട് ഓൺലി ടു രേണു സുധി, അവിടെ ഉള്ളപ്പോ മെയിൽ കണ്ടസ്റ്റൻസിന്റെ അടുത്തും ഇടയ്ക്കിടയ്ക്ക് ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ സെൽഫിഷ് ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, റൂഡ് ആയിട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഈവൻ അതിനുശേഷം അനീഷിന്റെ കൂടെ മറ്റേ ഒരു അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല, അതിന് ആ ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് ദ വേ ഹി കമ്മ്യൂണിക്കേറ്റ് വിത്ത് അനീഷ് ഓൾസോ ഭയങ്കര റൂഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട്, റൂഡ് ആയിട്ട്. അപ്പൊ എനിക്ക് ടോട്ടലി ആ ഒരു ആളുടെ പേഴ്സണാലിറ്റി അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ലൈക്ക് ആളുകളുടെ ഇടയിലേക്ക് എന്താ ആ ഒരു രീതിയിൽ തോന്നിയിട്ടുണ്ട്. ഇതുവരെയുള്ള സീസണുകളിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള, ഏറ്റവും കണ്ടന്റ് കുറവുള്ള സീസൺ ആയിട്ടാണല്ലോ ഇപ്പൊ നിലവിലെ സീസൺ, 7ാമത്തെ സീസൺ പറയുന്നത്. ഏറ്റവും എന്റർടൈനിങ് ആയിട്ട്, ഏറ്റവും കണ്ടന്റ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള സീസൺ ഏതായിരുന്നു? അത് ഡെഫിനറ്റ്ലി ഞങ്ങളെ സീസൺ. കാരണം എന്താ വെച്ചാൽ ഗ്രാൻഡ് ഫിനാലേക്കാണെങ്കിലും അവിടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും TRP കിട്ടിയിട്ടുള്ളതും ഇത്രത്തോളം എൻഗേജ്മെന്റ് നടന്നിട്ടുള്ളതും ഇത്രത്തോളം ഓഡിയൻസ് ഇൻവോൾവ് ആയിട്ടുള്ള സീസൺ ഞങ്ങളതാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഡെഫിനറ്റ്ലി ഞങ്ങളെ സീസൺ ആണ് കമ്പാരിറ്റീവ്ലി അടിപൊളി. പക്ഷെ എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് സീസൺ 4 ആണ് കുറച്ചും കൂടെ. അതിലിപ്പം എന്താ പറയാ, ആ ഒരാളെ പുറത്താക്കി അവര് കുറെ PR കൊടുത്തുന്നല്ലാതെ എനിക്ക് അതിലൊന്നും ഭയങ്കര വാവായിട്ട് തോന്നിയിട്ടില്ല ആ ഒരു സീസൺ. ഓക്കെ, നിങ്ങളുടെ സീസണേ നിങ്ങൾ തന്നെ വാവായിട്ട് തോന്നാനുള്ള കാര്യം എന്തായിരുന്നു? അതിപ്പം എന്താ പറയാ, ടോട്ടൽ നോക്കി നോക്കാം. ബിക്കോസ് എന്താ വെച്ചാല് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ജാൻമൻ ആണെങ്കിൽ ഒരു ഫൺ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരാള്, വേറൊരു ആണെങ്കിൽ ലവ് സ്ട്രാറ്റജി ഒരു സൈഡിൽ, ഇപ്പുറത്തൊരു അങ്ങനെയല്ല. പക്ഷെ ജാൻ ഒരു പെർട്ടിക്കുലർ ടൈം വരെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആളായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് ഒരു ലാലേട്ടനും പറഞ്ഞിട്ടല്ലോ ഒരു പ്രഷർ കുക്കർ പോലെയാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പൊ ഇങ്ങനെ അങ്ങനെ പോയിട്ട് പിന്നെ അവരൊരു എക്സ്ട്രീം ലെവലിലേക്ക് പോയതാ. ബട്ട് സ്റ്റാർട്ടിങ് ഷീ വാസ് വെരി നൈസ്. ഇപ്പൊ പുറത്തിറങ്ങിയ ശേഷം ഷീ വാസ് വെരി നൈസ്. ഓക്കെ, ബട്ട് ഇൻ ബിറ്റ്വീൻ അവരെ കയ്യിൽ നിന്ന് പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഡസന്റ് മീൻസ് അവര് അത്രയും മോശപ്പെട്ട ഒരാളാണ്, അങ്ങനെയല്ല. ഇൻ ബിറ്റ്വീൻ ഒരാളെ കയ്യിൽ നിന്ന് പോയി തെറ്റ് പറ്റാത്തവരായിട്ട് ആരും ഇല്ലല്ലോ.